ഹലോ, ഞാൻ വിഷ്ണു. യൂട്യൂബിൽ ഇതെൻ്റെ ആദ്യത്തെ വായനയാണ്. കഥയുടെ പേര് ഓപ്പോൾ. രചന മലയാളത്തിൻ്റെ മാന്ത്രികനായ കഥാകാരൻ MT. അദ്ദേഹം 1975 എഴുതിയ ഈ ചെറുകഥ 1980 സിനിമയാവുകയും വലിയ വിജയമാവുകയും ചെയ്തു. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഓപ്പോൾ കരയുകയായിരുന്നു. ഓപ്പോൾ കരയുന്നത് കാണാൻ അപ്പുവിന് ഇഷ്ടമല്ല. വടക്കേ മുറിയിൽ ജനാലപ്പടിമേൽ നെറ്റിയമർത്തി വെച്ചുകൊണ്ട് ഓപ്പോൾ കരയുകയാണ്. അവർക്കെപ്പോഴും കരച്ചിൽ തന്നെ കരച്ചിൽ. ഒരുപക്ഷെ വലിയമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. വലിയമ്മ അപ്പുവിനെയും ചീത്ത പറയാറുണ്ട്. അവന് കരച്ചിലല്ല, അരിശമാണ് ഉണ്ടാവുക. ഓപ്പോളുടെ അത്ര വലിപ്പമുണ്ടെങ്കിൽ അവൻ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇത്ര വലുതായിട്ടും ഓപ്പോൾ ചീത്ത മുഴുവൻ കേൾക്കും. ഓപ്പോളുടെ മുഖം വാടും, കണ്ണുകൾ നിറയും. അത് കാണുമ്പോൾ അവൻ പതുക്കെ സ്ഥലം വിടുകയാണ് പതിവ്. കരയുമ്പോൾ ഓപ്പോളുടെ അടുത്ത് നിൽക്കാൻ അപ്പുവിന് വയ്യ. കരച്ചിലിനിടയിൽ ഓപ്പോൾ അവനെ കെട്ടിപ്പിടിക്കും. പിടിച്ചു പൂട്ടുന്നത് അവന് ഇഷ്ടമാണ്. പക്ഷേ മോനെ എന്ന് പിറുപിറുത്തുകൊണ്ട് നെറ്റിയിലും തലയിലും തെരുതെരെ ഉമ്മ മുത്തുമ്പോൾ ചൂടുള്ള കണ്ണുനീർത്തുള്ളികൾ അപ്പുവിൻ്റെ ശരീരത്തിൽ അടർന്നു വീഴും. അപ്പോൾ അവനും വെറുതെ കരയാൻ തോന്നും. വലിയമ്മ ചീത്ത പറയുന്നത് അവൻ അത്ര ശ്രദ്ധിക്കാറില്ല. ധാരാളം ചീത്ത കേട്ട് കഴിഞ്ഞു. കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ കേൾക്കാറുള്ളതാണ്. നേരുച്ചയായാലേ ചെക്കൻ എണീക്കൂ. കണ്ടില്ലടാ, നിന്റെ തല പൊട്ടിയപ്പോഴേക്കും പെരത്തറയും കൂടി പൊളിഞ്ഞില്ലേ. കോലായുടെ വക്കിൽ അമ്മിക്കല്ലിൻ്റെ അടുത്തിരുന്ന് പല്ല് തേക്കുമ്പോൾ നിലത്ത് കുറച്ച് വെള്ളമായാൽ മതി, വലിയമ്മ തുടങ്ങും. കുരുത്തം കെട്ടോനെ, എൻ്റെ എല്ലും മുള്ളും നുറുങ്ങിയിട്ട നിലം തേച്ചിടണേ. മുറ്റത്ത് കരടാക്കിയാൽ, കിണറ്റിലേക്കൊരു കല്ലിട്ടാൽ, ചെപ്പുകുടത്തിന്മേൽ ഒന്ന് ചെണ്ട കൊട്ടിയാൽ എല്ലാം വലിയമ്മയ്ക്ക് ശകാരം തന്നെ ശകാരം. ഇപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയതുകൊണ്ട് അവനൊരല്പം ആശ്വാസമുണ്ട്. പകലധികം ഉപദ്രവമില്ലല്ലോ. ഓപ്പോൾക്ക് വലിയമ്മയെ 2 കൊടുത്താലെന്താ? പക്ഷേ വലിയമ്മയെ ഭയപ്പെടുന്നത് അപ്പുവിനേക്കാൾ ഓപ്പോളാണ്. അപ്പുവിനെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ ഓപ്പോൾ ചിലപ്പോൾ പറയും, അമ്മ അതിനെ പ്രാവി കൊല്ലും. അതിനൊരാട്ടാണ് മറുപടി കിട്ടുന്നത്. അതുകൊണ്ടും നിർത്തില്ല. അത്ര പഞ്ചാരച്ചാൽ അങ്ങോട്ട് മിണീക്കോ, അവരവരുടെ ആവുമ്പോൾ. അപ്പോൾ കുട്ടിയെ തൊടാൻ ചെന്നാൽ കറമ്പിപ്പൈ കൊമ്പും കുലുക്കി വരാറുള്ളത് പോലെ വലിയമ്മയുടെ ഒരു വരവുണ്ട്. എടി, അതിനെ കണ്ടവരുടെ എൻ്റെ അമ്മയെ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇത്രത്തോളം ആയാൽ അപ്പു പതുക്കെ മുറ്റത്തിറങ്ങി പോവുകയാണ് പതിവ്. തൊടിയിൽ ചക്കൻ്റെ കൂടെ ചുറ്റി നടക്കും. ചക്കൻ പശുവിനെ മേയ്ക്കാൻ വരുന്ന ആളാണ്. ചിലപ്പോൾ കുമ്പളവള്ളിക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന ചുവന്ന വാലുള്ള തുമ്പിയെ പിടിക്കാൻ ഒരു ശ്രമം നടത്തും. ഒരിക്കലും അവനതിനെ കിട്ടിയിട്ടില്ല. എന്ത് സൂത്രക്കാരനാണെന്നോ പട്ടുകോണമെടുത്ത് പറന്നു നടക്കുന്ന ആ തുമ്പിച്ചെറുക്കൻ. കുറേ കഴിഞ്ഞ് അപ്പു വീട്ടിനകത്തേക്ക് പോകും. അതിനിടയ്ക്ക് അവൻ ഓർക്കും, ഓപ്പോൾ വടക്കേ മുറിയിൽ ജനാലയുടെ പടിയിൽ നെറ്റിയമർത്തി വച്ച് തേങ്ങി കരയുകയാവും. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുക എന്ന ബുദ്ധിമുട്ടുള്ള പണിയുണ്ട്. ഇടനാഴിയിലിരുന്നാണ് അപ്പോൾ നാമം ചൊല്ലുക. കുറേ നമശിവായവർ വിടണം. പിന്നെ അശ്വതി ഭരണിയാണ്. അതവന് തെറ്റില്ല. മലയാള മാസം 12 കഴിഞ്ഞാൽ പിന്നെ ഓപ്പോളുടെ സഹായം വേണം. ഇംഗ്ലീഷ് മാസവും 1, 2, 3 ഓപ്പോളാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. ഓപ്പോൾക്ക് ഇംഗ്ലീഷ് അറിയാം. ഉമ്മറത്തെ ഉണ്ണികൃഷ്ണൻ്റെ ചിത്രമുള്ള കലണ്ടറിൽ അച്ചടിച്ച് ഇംഗ്ലീഷൊക്കെ വായിക്കാൻ ഓപ്പോൾക്ക് കഴിയും. ഓപ്പോൾ 8 വരെ പഠിച്ചതാണത്രേ. എല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ഓപ്പോളുടെ അടുത്ത് ചെന്നിരിക്കും. ഒന്നും പറയാറില്ല. ഓപ്പോളുടെ വിരലുകൾ അവൻ്റെ മുടിക്കുള്ളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കുന്നത്. അടുത്ത വീട് വളരെ വലുതാണ്. അവിടെ അവൻ പോയിട്ടില്ല. വേലിക്കപ്പുറത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ.
അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നിന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങിയത് ഈയിടെയാണ്. പാട്ട് പാടുകയും വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരു പെട്ടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടി എങ്ങനെയാണ് പാട്ട് പാടുകയും വർത്താനം പറയുകയും ചെയ്യുന്നത്? ചക്കൻ പറയുന്നത് അതിനകത്ത് ആള് കയറിയിട്ടുണ്ടാവുമെന്നാണ്. ചക്കനൊന്നും അറിയില്ല. അവൻ സ്കൂളിൽ പോകുന്നില്ലല്ലോ. അവനെ മാത്രം കറമ്പി കുത്താൻ പോവാറില്ല. അതവൻ്റെ മിടുക്കൊന്നുമല്ല, മുടിങ്കോല് കണ്ടിട്ടാ. ആ പാട്ടൊക്കെ സിനിമയിലുള്ളതാണത്രേ. അപ്പോൾ സിനിമ കണ്ടിട്ടില്ല. അവൻ്റെ ക്ലാസ്സിലെ യശോദയും മണിയും കണ്ടിട്ടുണ്ടത്രേ. സിനിമയിലെ ചിത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചി അവൻ കണ്ടിട്ടുണ്ട്. പാട്ട് കേട്ടാൽ ഓപ്പോൾക്കൊരു പ്രാന്തിളകാറുണ്ട്. പിന്നെ ചോദിച്ചതിനൊന്നും മറുപടി പറയില്ല. അങ്ങനെ പിണക്കം കാട്ടുന്നത് എന്തിനാണ്? ചിലപ്പോഴൊക്കെ ഓപ്പോൾ അങ്ങനെ മിണ്ടാഭൂതമായിട്ടിരിക്കും. വല്ലാത്തൊരു ഓപ്പോള്. എന്നാലും അവൻ ഓപ്പോളെ ഇഷ്ടമാണ്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കുളിപ്പിക്കുന്നത് ഓപ്പോളാണ്. ഉരമുള്ള പീച്ചിക്ക കൊണ്ട് മേലൊക്കെ തേയ്ക്കുന്നത് അവനിഷ്ടമാവാറില്ല. തോർത്തുമുണ്ടിൻ്റെ തുമ്പ് കൂർപ്പിച്ച് ചെവിയിൽ തിരിക്കുമ്പോൾ അവൻ ഇക്കിളി തോന്നും. ഓപ്പോളാണ് കഞ്ഞി വിളമ്പിത്തരുന്നത്. കഞ്ഞി കുടിച്ച് കൈ കഴുകിയാൽ ഈറൻ മുണ്ടുകൊണ്ട് നെഞ്ഞത്തെ വെള്ളം തുടച്ച് തലേ ദിവസം തിരുമ്പി മടക്കി വെച്ച ഷർട്ടും വള്ളി ട്രൗസറും ഇടുവിക്കും. തല ചീകിക്കഴിഞ്ഞ് മുഖത്തെ എണ്ണമിനിപ്പ് ഒരിക്കൽ കൂടി തുടച്ചു കളഞ്ഞാൽ അവന് സ്കൂളിൽ പോവാം. രാത്രിയിൽ അവൻ ഉണ്ണാനിരിക്കുമ്പോൾ ഓപ്പോളും അടുത്തുണ്ടാവും. ഓപ്പോൾ വാരിത്തരുന്നതാണ് അവനിഷ്ടം. പക്ഷേ വലിയമ്മ കാണുമ്പോൾ ഓപ്പോൾ ചോറെടുത്ത് തരില്ല. കാരണം ഒരിക്കൽ വലിയമ്മ പറഞ്ഞു, ചോറ് തൊള്ളേ കൊടുക്കണു. ചിലപ്പോൾ മാത്രമേ ഓപ്പോൾ വലിയമ്മയോട് മറുപടി പറയൂ. ഓപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ വലിയമ്മക്ക് കലി വർദ്ധിക്കും. പിന്നെ ബഹളമായി. കുറെ പറഞ്ഞ ഓപ്പോൾ കരയും. ചിലപ്പോൾ വലിയമ്മയും. വലിയമ്മ കരഞ്ഞാൽ അപ്പനൊന്നുമില്ല. ഒരിക്കൽ മാത്രമേ വലിയമ്മ കരയുന്നത് അവൻ സങ്കടം തോന്നിയിട്ടുള്ളൂ. അത് ഓപ്പോളായി ലഹള കൂടിയിട്ടല്ല. ആ സംഭവം അപ്പു മറന്നിട്ടില്ല. വലിയമ്മയെ കരയിപ്പിച്ച ആ മനുഷ്യനെയും. ചക്കൻ ഉണ്ടാക്കിക്കൊടുത്ത ഓലപ്പന്ത് തട്ടിക്കൊണ്ട് അപ്പു മുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ പഠിക്ക നിന്നൊരു വിളി, അമ്മ. നോക്കുമ്പോൾ ഒരാളുണ്ട് വേലിയും പിടിച്ചു നിൽക്കുന്നു. നീണ്ട കൈയുള്ള കുപ്പായവും കക്ഷത്തൊരു സഞ്ചിയുണ്ട്. വലിയമ്മ മുറ്റത്തിറങ്ങി വേലിക്കരികിലേക്ക് നടന്നു. വലിയമ്മ എന്തെല്ലാമോ പറയുന്നു. നിന്റെ തള്ളയിലടാ പറയണേ. ഇത്രത്തോളം വന്നിട്ട് ഇവിടെ നിന്ന് കയറിയാലെന്താ കുമാരാ? വലിയമ്മ പറഞ്ഞത് ന്യായമാണെന്ന് അപ്പുവിനും തോന്നി. ഏതാ ഇത്ര വലിയ പവറുകാരൻ? അയാൾക്ക് വലിയമ്മയോട് വർത്താനം പറയണമെങ്കിൽ അങ്ങോട്ട് വിളിക്കണോ? വീട്ടിൽ കയറി വന്നൂടെ? അയാൾ പറയുന്നത്, ഈ പടീനി ചവിട്ടില്ല എന്ന് പറഞ്ഞിറങ്ങിയിട്ട് 5-6 കൊല്ലായില്ലമ്മേ. അതിനി ഉണ്ടാവില്ല. വലിയമ്മ നല്ല 2 ചീത്തി അങ്ങോട്ട് കൊടുത്താലെന്താ? എപ്പോഴും കുരച്ചു ചാടാറുള്ള വലിയമ്മ ആ പവറുകാരനോട് പിന്നെയും കെഞ്ചുകയാണ്. വട്ടിയിലിട്ടതായിപ്പോയില്ലേ, എനിക്കവളെ കൊല്ലാൻ വയ്ക്കോ? അതിനയാൾ പറഞ്ഞ മറുപടി അപ്പുവിന് മനസ്സിലായില്ല. എടാ, എൻ്റെ തല തെക്കേ കണ്ടത്തിലെടുക്കണ കാലം വരെയെങ്കിലും, അത് കഴിഞ്ഞാൽ ഇതും കൂടി ഉണ്ടാവില്ല. അയാൾ വീണ്ടും കയർക്കുകയാണ്. ഈ വേദാന്തം മകളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. അതിനിടയ്ക്ക് അയാൾ അവൻ്റെ നേരെ നോക്കി. ആ നോട്ടം അത്ര സുഖമുള്ളതല്ല. തരം കിട്ടിയാൽ കുട്ടികളെ കഴുത്ത് വിരിച്ച് പൊക്കണത്തിലാക്കാൻ നടന്ന ആ ഗോസായി ഉണ്ടല്ലോ, അയാൾ നോക്കിയപ്പോൾ കൂടി അപ്പുവിന് ഇത്ര പേടി തോന്നിയിട്ടില്ല. ഈ മനുഷ്യനും കഴുത്ത് പിരിക്കുമോ? അവൻ പതുക്കെ ഉമ്മറത്തേക്ക് കയറി. ഓപ്പോൾ അകത്തേക്ക് പോയിരുന്നു. അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വാതിൽക്കൽ വാഴക്കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓപ്പോൾ നിൽക്കുകയായിരുന്നു. മുണ്ടിൻ്റെ കോന്തലിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് അപ്പു ചോദിച്ചു, ആരാ ഓപ്പോളെ പഠിക്കല്? ഓപ്പോൾ അത് കേട്ടില്ലെന്ന് തോന്നുന്നു.
ഓപ്പോളെ, ആരാ പഠിക്കല്? ഓപ്പോള് എന്തോ പറയാൻ ഭാവിച്ചു, പക്ഷെ പറഞ്ഞില്ല. ആരാ ഓപ്പോളെ? അത് കഴുത്ത് പിരിക്കുവോ? ആര്? അയാളെ. കുട്ടികളുടെ കഴുത്ത് പിരിക്കില്ലേ? ഓപ്പോൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അത് മോൻ്റെ അമ്മാമ്മയാ. അതല്ലേ പുതുമ. അമ്മാമ്മയായിട്ട് മൂപ്പരിതാണോ ചെയ്യേണ്ടിയിരുന്നത്? പഠിക്കൽ വന്നു നിന്ന് പതുക്കെ വലിയമ്മയെ വിളിക്കുക, എന്നിട്ട് പേടിപ്പെടുത്താൻ വേണ്ടി അപ്പുവിനെ വല്ലാതെ നോക്കുക. വല്ലാത്തൊരമ്മാമ തന്നെ. ഓപ്പോള് വെറുതെ പറഞ്ഞതാവോ? അതെയോ ഓപ്പോളെ? അതെ. അമ്മാമ എന്താ വരാത്തത്? അതിന് ഓപ്പോള് മറുപടി പറഞ്ഞില്ല. അമ്മാമ്മ വരില്ല. പിന്നെയും ചോദിക്കാൻ ഭാവിക്കുമ്പോൾ ഓപ്പോളുണ്ട് കണ്ണ് തുടയ്ക്കുന്നു. ഈ ഓപ്പോൾക്ക് ഭ്രാന്ത. അപ്പോൾ വലിയമ്മ അകത്തേക്ക് വന്നു. വലിയമ്മയെ കണ്ടപ്പോഴാണ് അപ്പു അമ്പരന്നത്. വലിയമ്മ തേങ്ങിക്കരയുകയായിരുന്നു. കണ്ണുനീരിനിടയിൽ അവർ പലതും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അപ്പുവിനും സങ്കടം തോന്നി. എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അവൻ്റെ വലിയമ്മയല്ലേ. കുറച്ച് ആത്മവിശ്വാസത്തോടെ അവൻ ഉമ്മറത്ത് വന്ന് പടിക്കലേക്ക് കണ്ണോടിച്ചു. അമ്മാമ്മ പോയി കഴിഞ്ഞിരുന്നു. ഒരമ്മാമനുണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെ നോക്കി പേടിപ്പിക്കരുത്. പടിക്കൽ വന്നു നിന്ന് വലിയമ്മയെ വിളിച്ച് അതും ഇതും പറഞ്ഞ് കരയിപ്പിക്കരുത്. പടിഞ്ഞാറ് വീട്ടിലെ ജാനുവിനും ഒരമ്മാമയുണ്ട്. അയാൾ ദൂരത്തെവിടെയാണ്. 7 കടലും കടന്നു ചെന്നാലേ അയാളുടെ ദിക്കിലെത്തൂ. അവിടെ പട്ടുകുപ്പായവും മുട്ടുകുടിയും ധാരാളമുണ്ട്. അയാൾ വന്നപ്പോൾ ജാനുവിന് ഇത് രണ്ടും കിട്ടി. മുട്ടുകുടയ്ക്ക് നല്ല ഭംഗിയുണ്ട്, തീരെ കനമില്ല. അവൾ അമ്പലത്തിലേക്ക് അമ്മയുടെ കൂടെ പോകുമ്പോഴേ അതെടുക്കൂ. കുപ്പായം പാകമാവാത്തതുകൊണ്ട് പെട്ടിയിൽ വച്ചിരിക്കുകയാണ്. വീട്ടിലുള്ള അവളുടെ അമ്മാമൻ ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ല. അവൾക്ക് കൂടുതൽ ഇഷ്ടം 7 കടൽ കടന്നു വന്ന അമ്മാമനെയാണ്. അയാളിനി അടുത്ത കൊല്ലം വരുമത്രേ. അപ്പുവിന് അമ്മാമൻ ഇങ്ങനെ കുഴപ്പക്കാരനായതിൽ സങ്കടമുണ്ട്. അയാൾ വരില്ലെന്നാണ് ഓപ്പോൾ പറഞ്ഞത്. അയാൾ പാർക്കുന്ന സ്ഥലത്ത് മുട്ടുകുട കിട്ടുമോ? കിട്ടിയാൽ തന്നെ അയാൾ കൊണ്ടുവരില്ല. കണ്ടില്ല നോട്ടം. വലിയമ്മയെ കൂടി കരയിപ്പിച്ചു കളഞ്ഞല്ലോ. വീട്ടിനകത്ത് കയറാത്തത് പിണക്കമുള്ളത് കൊണ്ടാവും. ആരോടാണ് പിണക്കം? ഇനി വരുമ്പോൾ ചോദിക്കാൻ ഉറച്ചതായിരുന്നു. പക്ഷേ അമ്മാമ്മ വന്നില്ല. അമ്മാമ്മ എവിടെയാണ്? ഓപ്പോൾ പറയുന്നില്ല. ജാനുവിന് അങ്ങനെ ഒരാളെ അറിയില്ല. അവനൊരമ്മാമ്മയുണ്ടെന്ന് വിശ്വസിക്കാൻ കൂടി അവൾക്ക് പ്രയാസം. ചക്കന് കുറച്ചൊക്കെ അറിയാം. ഓൾക്ക് പൊയക്കരെ വീടും പറമ്പുണ്ട്. ചക്കൻ കണ്ടിട്ടുണ്ടത്രേ. അവനാ വഴി പോയ കാലത്താണ് പുതിയ പുരയ്ക്ക് ഓടുമേയുന്നത്. അമ്മാമ്മ എന്താ ഇങ്ങോട്ട് വരാത്തത്? ഓല് തെറ്റിപ്പോയതല്ലേ. എന്താണ് തെറ്റിയതെന്ന് ചക്കനും അറിഞ്ഞുകൂടാ. ആലോചിക്കുമ്പോൾ അവനൊന്നും മനസ്സിലായില്ല. പല സംശയങ്ങളും അവൻ തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആരോട് ചോദിക്കും? ഓപ്പോളാണ് സംശയങ്ങൾ സാധാരണ തീർക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണത്. അവൻ ഊണ് കഴിക്കുമ്പോഴേക്കും വടക്കേ അറയിൽ കോസറി വിരിച്ചിട്ടുണ്ടാവും. കോസറിയിൽ വലിയ വെള്ളപ്പൂക്കളുള്ള ഒരു പഴയ സാരി ആണ് വിരിക്കുക. അതുകൊണ്ടാണ് അവന് ആ കോസറിയിൽ കിടക്കാൻ ഇഷ്ടം. അത് ഓപ്പോളുടെ സാരിയാണ്. ഓപ്പോൾക്ക് മറ്റൊരു സാരി കൂടിയുണ്ട്. അത് പെട്ടിയിൽ മടക്കി വച്ചിരിക്കുകയാണ്. ഓപ്പോൾ അതെടുത്ത് കണ്ടിട്ടില്ല. ആ പെട്ടി തുറക്കുമ്പോൾ നല്ല മണമുണ്ട്. കൈതപ്പൂവിൻ്റെ വാസനയാണ്. കൈതപ്പൂവിൻ്റെ മണം പരത്തുന്ന സാരിയും ചുറ്റി ഓപ്പോൾ നടന്നാൽ നല്ല രസമുണ്ടാവും. ഊണ് കഴിഞ്ഞ് ഉടനെ കിടക്കുമെങ്കിലും ഓപ്പോൾ വരുന്നതുവരെ അപ്പു ഉറങ്ങില്ല. അടുക്കള അടിച്ചുവാരി പാത്രങ്ങൾ കഴുകി വെച്ച ശേഷമേ ഓപ്പോൾ വരൂ. ഓപ്പോളെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ
അവൻ സംശയങ്ങൾ ഓരോന്ന് ചോദിക്കും. ജാനു അന്ന് പറഞ്ഞതൊക്കെ നുണയാണോ എന്നാണ് മിക്കപ്പോഴും അറിയേണ്ടത്. അവൾ എന്ത് നുണയാണെന്നോ ചിലപ്പോൾ പൊട്ടിക്കുക. 9 കുട്ടിയെ തിന്ന ഒരു പാമ്പുണ്ടത്രേ അവളുടെ വീടിൻ്റെ തെക്കുള്ള പാമ്പിൻകാവിൽ. അത് കല്ല് വെച്ച നുണയല്ലേ? ഒരു പാമ്പിൻ്റെ വയറ്റിൽ 7 കുട്ടിയെ തന്നെ കൊള്ളില്ല. ഒരിക്കൽ ജാനു പറഞ്ഞു അവൾ ദൈവത്തെ കണ്ടുവെന്ന്. അപ്പുവിന് വിശ്വാസമായില്ല. അപ്പു കണ്ടിട്ടില്ല, ചക്കനും കണ്ടിട്ടില്ല, ഓപ്പോളും കണ്ടിട്ടില്ല. ജാനു രാത്രിയിലാണത്രേ കണ്ടത്. ദൈവത്തിന് ആണ്ടിയൂട്ടിന് വന്ന പൂശാരിയേക്കാളും താടിയും മീശയുണ്ട്. അവൾ നുണയാണോ പറയുന്നതെന്നറിയാൻ അപ്പു ചോദിച്ചു, തലയിലെന്താ? എന്ത് തലയിൽ? ദൈവത്തിൻ്റെ തലയിലെന്താ? ജാനു കീഞ്ഞാലോചിച്ച ശേഷം പറഞ്ഞു, തലമുടി. അപ്പു ആർത്തു വിളിച്ചു, ദൈവത്തിൻ്റെ തലയിൽ കിരീടാണ്. അത് ജാനു കണ്ടിട്ടില്ല. അവൾ നാണിച്ചുപോയി. നുണ പറയുമെങ്കിലും അവളെ അവനിഷ്ടമായിരുന്നു. അവനുണ്ടായിരുന്നപ്പോൾ കളിക്കാൻ കൂട്ടുണ്ട്. ഇപ്പോൾ അവളുമില്ല. ജാനുവിനെ അവളുടെ അച്ഛൻ കൊണ്ടുപോയി. കാടും മലയുമുള്ള സ്ഥലത്തേക്കാണ് പോയത്. പക്ഷേ കടൽ കടക്കേണ്ട. കടൽ 7 കടന്ന് ചെന്നെത്തുന്നത് അവളുടെ അമ്മാമ്മ താമസിക്കുന്ന സ്ഥലത്താണല്ലോ. അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ അവൾ തീവണ്ടിയിലായിരിക്കും. തീവണ്ടി വലിയ കുന്നിൻ്റെ വയറ് തുളച്ചാണത്രേ പോവുക. പോകുന്നതിൻ്റെ തലേ ദിവസം ജാനു അപ്പുവിൻ്റെ വീട്ടിൽ വന്നു. കൂടെ അവളുടെ അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ നാളെ തീവണ്ടി കയറി പോവുമല്ലോ എന്നവൾ പറഞ്ഞപ്പോൾ അവനൊരല്പം അസൂയാണ് തോന്നിയത്. അവൾക്ക് എന്തെല്ലാം കാണാം. അവൾ പോകുന്ന സ്ഥലത്ത് നല്ല റബ്ബർ പന്തും സൈക്കിളുമൊക്കെ കാണുമായിരിക്കും. അപ്പുവിന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും വന്ന് വിളിച്ചുകൊണ്ട് പോവാതെ അവൻ എന്തു ചെയ്യും? താലപ്പൊലിപ്പാല് നിൽക്കുന്ന കുന്നിനപ്പുറം അവൻ കണ്ടിട്ടില്ല. 7 കടലിനപ്പുറമുള്ള രാജ്യങ്ങൾ, കൂറ്റൻ കുന്നുകളുടെ വയറു തുളച്ചു പായുന്ന തീവണ്ടി, മൊട്ടുകുടയും പട്ടുകുപ്പായങ്ങളും നിറഞ്ഞ ആ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് എന്ത് രസമായിരിക്കും. ജാനുവിൻ്റെ അമ്മ ഓപ്പോളോട് യാത്ര പറഞ്ഞു. അവർ ഒരുമിച്ച് പഠിച്ചതാണത്രേ. ജാനുവിൻ്റെ അച്ഛൻ്റെ കൂടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടത്രേ. പിന്നെ ഒരു തമാശ കേൾക്കണോ? ജാനുവിൻ്റെ അച്ഛനെ പറ്റി അവളുടെ അമ്മ പറയുക അമ്മുവിൻ്റെ അച്ഛൻ എന്നാണ്. ജാനുവിൻ്റെ അമ്മ പോയപ്പോൾ ഓപ്പോളുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരുപക്ഷെ ഓപ്പോൾക്കും കുന്നിൻ്റെ വയറ് തുളച്ചു പായുന്ന ആ തീവണ്ടിയിൽ പോകണമെന്നുണ്ടായിരിക്കും. ഓപ്പോള് എവിടെയും പോയിട്ടില്ല. അമ്പലക്കുളത്തിലേക്ക് കൂടി. കുളിക്കുന്നത് വീട്ടിൽ കിണറ്റൻകരയിലാണ്. പടിക്കലെ ഭഗവതിക്കാവിൽ പാട്ടും താലവും ഉണ്ടായപ്പോൾ വല്യമ്മ പോയി, അപ്പവും പോയി. എന്നിട്ടും ഓപ്പോള് വന്നില്ല. ഓപ്പോള് വരില്ലേ വല്യമ്മേ? അപ്പോൾ വലിയമ്മ കുരച്ചു ചാടി, ചെക്ക മിണ്ടാണ്ട് അവിടെ നിന്നോ. കഴിഞ്ഞ ഇടവത്തിലാണ് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ പരീക്ഷയായി. അതിൽ ജയിച്ച അവനിനി 2ാം ക്ലാസ്സിലാണ് ഇരിക്കുക. ജാനു അവളുടെ അച്ഛൻ്റെ സ്ഥലത്തെത്തിയാൽ സ്കൂളിൽ പോകുമത്രേ. അവിടെയും സ്കൂളുണ്ടായിരിക്കും. കേളുമാഷുണ്ടാവുമോ ആവോ? ഉണ്ടാവാതിരിക്കട്ടെ, അടിവാങ്ങാതെ കഴിയാലോ. ക്ലാസ്സിൽ അവനൊരു കൂട്ടുകാരനുണ്ട്, കുട്ടിശങ്കരൻ. പാടത്തിൻ്റെ മറുകരയ്ക്കാണ് കുട്ടിശങ്കരൻ്റെ വീട്. അവരൊരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും. കേളുമാഷ് ചിലപ്പോൾ കുട്ടിശങ്കരനെ കുട്ടിച്ചാത്താന്ന് വിളിക്കും. എല്ലാവരും ചിരിക്കും. അവനത് കേൾക്കണം. എന്നാലും കേളുമാഷ് അടി സഹിച്ചുകൂടാ. കുട്ടിശങ്കരൻ ഒരിക്കൽ അവനൊരു ചെറുനാരങ്ങ കൊടുത്തു. ഇതവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അവൻ്റെ വീട്ടിൽ തലേ ദിവസം കുറേ ചെറുനാരങ്ങ ഉണ്ടായിരുന്നു അത്രേ. അവൻ്റെ കുഞ്ഞോപ്പോളുടെ കല്യാണമായിരുന്നു. കല്യാണത്തിന് എന്തിനാ ചെറുനാരങ്ങ? പൊട്ടാ, അതറിയില്ലേ? അവൻ ചോദിക്കുകയാണ്. കുട്ടിശങ്കരൻ്റെ ഒരു നാട്യം.
അവനൊരുപാട് കല്യാണം കണ്ടിട്ടുള്ളത് പോലെയാണ്. കല്യാണത്തെപ്പറ്റി കുട്ടിശങ്കരൻ വിവരിച്ചു കൊടുത്തു. വളരെ ആളുകൾ വീട്ടിൽ വരും. പന്തലിൽ വന്നിരിക്കുന്നവരെല്ലാം കുപ്പിയിൽ പനിനീര് നിറച്ച് തളിക്കും. പനിനീരിന് നല്ല വാസനയുണ്ട്. പിന്നെ കളഭവും ചെറുനാരങ്ങയും എല്ലാവർക്കും കൊടുക്കും. ഇതൊന്നും അപ്പു വിശ്വസിച്ചില്ല. നുണയാണ് എന്ന് തുറന്നു പറഞ്ഞാൽ അവൻ ചോദിക്കും, നീ കല്യാണം കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇല്ലെന്ന് സമ്മതിക്കേണ്ടി വരും. കുട്ടിശങ്കരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അപ്പു പറഞ്ഞു, എൻ്റെ അവിടെ എൻ്റെ ഓപ്പോൾക്ക് കല്യാണം ഉണ്ടായാൽ അന്ന് നാരങ്ങ തരാം. പക്ഷെ കുട്ടിശങ്കരൻ പറയാണ്, അതിന് അനക്കുണ്ടോ ഓപ്പോള്? അത് കേട്ടപ്പോൾ അപ്പുവിന് കലശലായ ദേഷ്യം വന്നു. കുട്ടിച്ചാത്ത എന്ന് 4 വട്ടം വിളിച്ച് ചെകിട്ടത്ത് അടി കൊടുക്കാനാണ് തോന്നിയത്. കുട്ടിശങ്കരൻ അവനെക്കാളും വലിപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്തില്ല. എൻ്റെ ഓപ്പോള് പിന്നെ ആരടാ? പൊട്ടാ, എൻ്റെ ഓപ്പോള് എൻ്റെ അമ്മയല്ലേ? അപ്പോൾ കുട്ടിശങ്കരൻ്റെ വിഡ്ഢിത്തമോർത്ത് ചിരിയാണ് വന്നത്. വെറുതെയല്ല കേളുമാഷ് കുട്ടിച്ചാത്തിന് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. പോടാ, അനക്കൊന്നും അറിയില്ല. പിന്നെ അനക്കാ നിശ്യം? എൻ്റെ അമ്മ പറഞ്ഞല്ലോ. എൻ്റെ അമ്മയ്ക്കാണ് നിശ്യം. പിന്നെ പിണക്കമായി. കുട്ടിശങ്കരൻ ചെറുനാരങ്ങ തിരിച്ചു ചോദിച്ചു. ചെറുനാരങ്ങ എടുത്ത് മുമ്പിലെറിഞ്ഞ് അവനൊന്ന് കൊഞ്ഞനം കാട്ടി. സ്കൂൾ വിട്ടു പോരുമ്പോൾ അവൻ ആലോചിച്ചു, ഓപ്പോൾ എങ്ങനെയാണ് എൻ്റെ അമ്മയാവുക? അവന് അമ്മയും അച്ഛനും ഒന്നുമില്ല. ഓപ്പോളും വലിയമ്മയും മാത്രമല്ലേ ഉള്ളൂ. അതിൽ വലിയമ്മയെ കണക്ക് കൂട്ടണ്ട. ചെക്ക അത് ചെയ്യണ്ട, ചെക്ക ഇത് ചെയ്യണ്ട, ചെക്ക നിൻ്റെ തല കണ്ടപ്പോൾ ചെക്ക. അവന് ഓപ്പോള് മതി. എന്നിട്ട് ആ നല്ല ഓപ്പോള് അമ്മയാണെന്ന് പറയുന്ന കുട്ടിച്ചാത്തനെ എന്താണ് ചെയ്യേണ്ടത്? അവൻ അമ്മ വേണ്ട. അമ്മയുണ്ടാവുമ്പോഴുള്ള കുഴപ്പം അവൻ കാണുന്നുണ്ട്. ഓപ്പോളുടെ അമ്മയല്ലേ വലിയമ്മ. എന്നിട്ട് ഓപ്പോൾക്ക് എപ്പോഴെങ്കിലും സ്വൈര്യമുണ്ടോ? കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ഓപ്പോൾ രാവും പകലും കരച്ചിൽ തന്നെയാണ്. വലിയമ്മ ചീത്ത പറയുന്നില്ല, എന്നിട്ടും കരച്ചിൽ തന്നെ കരച്ചിൽ. ഈ ഓപ്പോൾക്ക് ഭ്രാന്ത. ഓപ്പോൾക്ക് അപ്പുവിനോട് പിണക്കമില്ല. രാത്രിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഓപ്പോള് പലതും പറഞ്ഞു. കഥയല്ല, കഥ കേൾക്കാനാണ് അപ്പുവിനിഷ്ടം. ഓപ്പോൾക്ക് കുറേ കഥകൾ അറിയാം. മാണിക്യക്കല്ല് കണ്ട രാജകുമാരൻ്റെ കഥ. അത് കേട്ട ശേഷമാണ് മാണിക്യക്കല്ല് കണ്ടാൽ ഒളിപ്പിച്ചു വെക്കാനുള്ള സൂത്രം അപ്പുവിന് മനസ്സിലായത്. ചാണകത്തിലാണ് പൊതിയേണ്ടത്, എന്നാൽ ശോഭ കാണില്ല. പിന്നെ കല്ലായിപ്പോയ രാജകുമാരിയുടെ കഥ. ജീവിപ്പിക്കാൻ കുട്ടിയെ അറുത്ത് കല്ലിൽ ചോരയൊഴിച്ചത് കേട്ടപ്പോൾ അവന് കരച്ചിൽ വന്നു. ഇപ്പോൾ ഓപ്പോള് കഥയൊന്നും പറയാറില്ല. മിണ്ടാതെ കിടക്കും. കുറേ കഴിഞ്ഞാൽ ചോദിക്കും, മോൻ ഉറങ്ങിയോ? ഇല്ല. മോൻ നല്ലോണം പഠിക്കണം. മോനെ നല്ല കുട്ടിയാവണം. വലുതായ ഓപ്പോളെ നല്ലോണം നോക്കൂലേ? ഇതെന്ത് അർത്ഥമില്ലാത്ത ചോദ്യമാണ്. എന്നാലും മൂളും. 2-3 ദിവസമായി ഓപ്പോൾക്ക് സുഖമില്ല. കുളിപ്പിക്കുമ്പോഴും ചോറ് കുഴയ്ക്കുമ്പോഴും തല ചീകുമ്പോഴും ഒന്നും പറയില്ല. വെറുതെ അവൻ്റെ മുഖത്തിങ്ങനെ നോക്കും. എന്നിട്ട് അന്തം വിട്ടുകൊണ്ട് ഒരിരുത്തമുണ്ട്. ഈ ഓപ്പോൾക്ക് ഭ്രാന്ത. ഉച്ചയ്ക്ക് ഓപ്പോളും വലിയമ്മയും നടുവിലെ മുറിയിൽ നിലത്ത് കിടക്കുമ്പോൾ വലിയമ്മ പറയുന്നത് കേട്ടു. ഓനെ വിചാരിച്ച് നീ മനസ്സ് പുണ്ണാക്കണ്ട. ഓപ്പോളൊന്നും പറഞ്ഞില്ല. വന്നത് വന്നു. അതും ഇതും ആലോചിച്ച് നില കിട്ടില്ല. ഇതങ്ങോട്ട് ശരിയായ ഞാൻ ജയിച്ചു. അതിനും ഓപ്പോൾക്കൊന്നും പറയാനില്ല. അതൊക്കെ ശങ്കരൻ നായർ നടത്തും. അയാള് ആന്തരമുള്ളവനാ. അമ്മ എന്താമ്മേ പറയണേ? നീയേ. വലിയമ്മയുടെ ശബ്ദം കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടു. വെറുതെ ഓരോന്ന് ഇങ്ങനെ ചിന്തിക്കണ്ട. ഇതും പിഴച്ചാൽ പിന്നെ ജന്മം മുഴുവൻ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ. ഇത് ചതിയല്ലേ അമ്മേ?
ഓപ്പോളാണ് ചോദിക്കുന്നത്. അത് നീ അറിയണ്ട, പിന്നെ അതിൻ്റെ കേടും കൂടി നിനക്കാവും. അതൊക്കെ ശങ്കരൻ നായർക്ക് നിശ്ചയുണ്ട്. വയനാട്ട് കിടക്കണ ആൾക്ക് ഇതിൻ്റെ കമ്പിയല്ലേ. അമ്മേ, അപ്പൂൻ്റെ കാര്യം. അപ്പും ചിപ്പും. മാളോ, നിന്നോട് ഞാനാ പറയണേ, ഈ അനർത്ഥം ഒന്ന് ഒഴിവാക്കാന്നിരിക്കുമ്പോൾ. ഓപ്പോൾ മിണ്ടുന്നില്ല. വീണ്ടും വലിയമ്മ പറഞ്ഞു, ഒക്കെ ശങ്കരൻ നായർ ഏറ്റിട്ടുണ്ട്. ഏതാണ് ഈ ശങ്കരൻ നായർ? ഇത്ര വലിയ കേമൻ, ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടു, ശങ്കരൻ നായർ ഒരു ദിവസം വീട്ടിൽ വരുന്നുണ്ട്. ശങ്കരൻ നായർ നല്ല മനുഷ്യനായിട്ടാണ് തോന്നിയത്. അയാൾ തിണ്ണയിലിരുന്ന് വലിയമ്മയുമായി സംസാരിക്കുമ്പോൾ പപ്പടവട്ടത്തിലുള്ള നരച്ച തലമുടിയുടെ ഭംഗിയാണ് അവൻ നോക്കിയത്. അയാൾക്ക് വലിയമ്മയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും അവന് കേൾക്കണ്ട. വയനാട്ടിൽ വെച്ച് കല്യാണം നടത്തുന്നുണ്ടത്രേ. നടത്തിക്കോട്ടെ. ചെക്കൻ്റെ കാര്യം ചെവിയിൽ വീഴാതെ നോക്കണം. നോക്കിക്കോട്ടെ. അപ്പുവിന് ആ പപ്പടവട്ടത്തിൽ നിർത്തിയ തലമുടി ഒന്ന് നല്ല പോലെ കാണുകയേ വേണ്ടു. അതിൻ്റെ നടുവിലൊരു 4 നീണ്ട മുടി കൂടി വെച്ചു കൊടുത്താൽ നന്നായിരിക്കുമെന്ന് അവന് തോന്നുന്നു. സ്കൂളിലെ തോട്ടത്തിൻ്റെ നടുവിൽ ചട്ടിയിൽ കുതിരവാലി വെച്ച പോലെ ഭംഗിയുണ്ടാവും. അവൻ തല പുറത്തേക്കിട്ട് ഒന്നുകൂടി നല്ല പോലെ നോക്കി. ശങ്കരൻ നായർ ശബ്ദം താഴ്ത്തി. വലിയമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പുവിനെ കണ്ടു. അപ്പു മുറ്റത്ത് പോയി കളിച്ചാ? അവനകത്തേക്ക് പോയി. ഓ, അവരുടെ പഞ്ചായത്ത്. വയനാട്ടിലെ കല്യാണം കൊണ്ട് അവനെന്ത് കാര്യം? ഒരു ചെറു നാരങ്ങ കൂടി കിട്ടില്ല. ആര് വേണമെങ്കിലും കല്യാണം നടത്തിക്കോട്ടെ, അപ്പുവിനെന്ത് ഛേദം? അകത്തെ മുറിയിൽ അരിയിട്ട് വയ്ക്കുന്ന മുരുക്ക് വെട്ടി അവനൊന്ന് തുറന്നടിച്ചു. അതിനകത്ത് ചിറക് മുളയ്ക്കാത്ത ഒരു കൂറ കണ്ണുമിഴിച്ചു നോക്കുന്നു. ജനാലയിൽ കയറി നിന്ന് ചുവരിലെ ആണിയിൽ തൂക്കിയിട്ട പൂവട്ടിയിലേക്ക് ഒന്ന് നോക്കി. വെറുതെ അതിൽ കടുകാണ്. അടുക്കളയിൽ ഓട്ട് ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടു. ഓപ്പോളാണ് അടുക്കളയിൽ. വലിയമ്മ വിളിച്ചു, മാളോ, ഗ്ലാസ് വീണതിന് ചീത്ത പറയാനാവോ? എടി മാളോ. ഓപ്പോള് ഉമ്മറത്തേക്കുള്ള വാതിൽക്കൽ വന്നു നിന്നു. എന്തൊക്കെയാണിപ്പോൾ ഓപ്പോള് കേൾക്കാൻ പോകുന്നതെന്ന് ഭയപ്പെട്ട് അപ്പു ചെവിടോർത്തു. ഒക്കെ അമ്മ പറഞ്ഞിട്ടില്ലേ? ശങ്കരൻ നായരാണ് ചോദിക്കുന്നത്. ഒന്നും വിചാരിക്കാനില്ല, ഒക്കെ ഞാനേറ്റു. അയാൾ നല്ലൊരുത്തനാ, ഒറ്റത്തടി. ഇതൊന്നും അയാൾ അറിയാൻ പോണില്ല. ഓപ്പോള് ഒന്നും പറയുന്നില്ല. സംഗതി അവിടെ വെച്ച് നടത്താം. 4 ആൾ ക്ഷണിക്കണം. അത് പതിവില്ലാത്തതെന്ന് പറയില്ലേ ശങ്കരൻ നായരെ? വല്യമ്മയ്ക്കാണ് സംശയം. നിങ്ങൾ എൻ്റെ ബന്ധുക്കളാന്ന് കൂട്ടിക്കോ. നിങ്ങൾക്കാരുമില്ല. ഞാനാച്ചാ 10-20 കൊല്ലമായിട്ട് അവിടെയാ. അപ്പോൾ ദേവികമ്മയ്ക്ക് മനസ്സിലായോ? എന്താ ശങ്കരൻ നായരെ? ഹ ഹ ഹ, അതാ ഞാൻ പറഞ്ഞിരിക്കണ അവരോട്. അപ്പോൾ എൻ്റെ സ്ഥലത്ത് വെച്ച് ചുരുക്കത്തിലൊരു പൊടമുറി നടത്തിയ എന്താ തെറ്റ്? അത് ശരി ശങ്കരൻ നായരെ, നിങ്ങളാണ് എനിക്കുള്ളൊരാശ്രയം. അതുകൊണ്ട് തന്നെയല്ലേ ഞാനിത് പാട് പിടിച്ചു കൊണ്ടുവന്നത്. അയാൾക്ക് കുട്ടിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയിനോ? വലിയമ്മ എന്തൊക്കെയോ പിറുപിറുത്തു. അതൊന്നും ചെവിയിൽ വീഴാതെ ഞാൻ നോക്കിക്കൊണ്ട്. ഒക്കെ നേരെയായ ഒരു കൂട്ടുപായസം താഴത്തെ കാവിൽ കഴിക്കാൻ നേർന്നിട്ടുണ്ട്. ഒക്കെ ശരിയാവുമെന്ന്. മകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. അയാൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ 4 ഏക്കർ ഭൂമിയുണ്ട്. പണിയെടുത്ത സുഖമായി കഴിയാം. അപ്പോൾ ഓവിൻ്റെ താഴെ വെച്ച ഒഴിഞ്ഞ താമ്പാളത്തിനകത്ത് പതുങ്ങിയിരിക്കുന്ന ഒരു കൊമ്പുള്ള വിദ്വാനെ അപ്പു കണ്ടെത്തി. കൂറയല്ല,
ഇതൊരു പുതിയ വീരനാണ്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ട സമയത്ത് ചൂലും കാണില്ല. നല്ല വണ്ണമുള്ള ഒരു ഇർക്കിലി വേണം. ഉമ്മറത്ത് അപ്പോഴും സംസാരം നടക്കുന്നുണ്ട്. ശങ്കരൻ നായരും വലിയമ്മയുമാണ് പറയുന്നത്. ഒക്കെ സ്വകാര്യമാണ്. അതാണ് ഇത്ര പതുക്കെ. എന്തോ ആവട്ടെ, എവിടെ പോയി ചൂല്? പതുങ്ങിക്കിടക്കുന്ന ആ കൊമ്പനെ ഒന്ന് വീക്കണം. ചൂലന്വേഷിച്ച് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഓപ്പോളുണ്ട് അവിടെ. ഇത്തിരി മുമ്പല്ലേ ഓപ്പോള് ശങ്കരൻ നായരുടെ പഞ്ചായത്ത് കേൾക്കാൻ പോയത്. ഓപ്പോളോട് ചൂൽ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അവനെ വാരിയെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നെറ്റിയിലും തലയിലും കുറെ ഉമ്മ വെച്ചു. ഓപ്പോളുടെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ മുഖത്തും ശിരസിലുമെല്ലാം ഇറ്റു വീണു. ശങ്കരൻ നായർ ഒന്നും ചീത്ത പറയുന്നത് കേട്ടിട്ടില്ല. വലിയ ചുണ്ടി പിടിച്ചതുമില്ല. പിന്നെ എന്തിനാണ് ഓപ്പോൾ കരയുന്നത്? ഈ ഓപ്പോൾക്ക് പ്രാന്ത. രാത്രിയിൽ ഓപ്പോൾ ചോദിച്ചു, ഓപ്പോൾ ഇല്ലെങ്കിൽ മോന് വലിയമ്മയുടെ അടുത്ത് കിടന്നൂടെ? ഞാൻ ഓപ്പോളുടെ കൂടെയാണ്. ഓപ്പോൾ പോയാലോ? എവിടേക്കാ ഓപ്പോൾ പോണേ? ഓപ്പോൾ പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ മറുപടി കിട്ടി, എങ്ങോട്ടുമില്ല. ഓപ്പോൾ കളി പറയുക. ഹാവു, അപ്പുവിന് സമാധാനമായി. ഒരു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നപ്പോൾ അവന് ഓട്ടട കിട്ടി. അത് പതിവില്ലാത്തതാണ്. അങ്ങനെ പ്രത്യേകമായ എന്തെങ്കിലും കിട്ടിയ ചക്കൻ്റെ മുമ്പിൽ നിന്ന് തിന്നണമെന്ന് അപ്പുവിന് നിർബന്ധമുണ്ട്. ആ ചക്കൻ്റെ കൊതി കാണണം. അവന് വല്ലാത്ത കൊതിയാണ്. അവൻ നോക്കി നിൽക്കുമ്പോൾ ഒന്നും തിന്നരുതെന്ന് ഓപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവന് മുടിങ്കോൽ ഉണ്ടാക്കാൻ അറിയാം. കറമ്പി അവനെ മാത്രം കുത്തില്ല. അവന് വേണമെങ്കിൽ കറമ്പിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിക്കാം. അട തിന്നാതെ ഒളിപ്പിച്ചു പിടിച്ച് ഓപ്പോൾ കാണാതെ അവൻ മുറ്റത്തിറങ്ങി. ചക്കൻ മൂടയിൽ നിന്ന് വൈക്കോൽ വലിച്ചെടുക്കുകയായിരുന്നു. പതിവ് പോലെ ഒരു ശേഖരം അടിയേന് തമ്പ്ര എന്നവൻ കെഞ്ചിയില്ല. അടിയേന് വല്യമ്പ്രാള് തന്നൂല്ലോ. നൊണ. അടിയനാ ഓല് വന്നപ്പോൾ ചായപ്പൊടിയും പഞ്ചാരയും വാങ്ങിക്കൊണ്ടെന്ന്. ആരെ വന്ന്? വിരുന്നോര്. ദോക്കി ചെറിയമ്പ്ര. ചക്കൻ മടിയഴിച്ചു കാണിച്ചു. 3 ബീഡിക്കുറ്റി. ആ വന്ന തമ്പുരാൻ വലിച്ചിട്ടതാ. ബീഡി വലിക്കുന്നെങ്കിൽ നല്ല യോഗ്യൻ തന്നെയാവണം. ശങ്കരൻ നായർക്ക് പപ്പട വട്ടത്തിലുള്ള മുടിയുണ്ടെങ്കിൽ കൂടി ബീഡി വലിക്കാൻ വയ്യ. അയാൾ കഴിഞ്ഞയാഴ്ച വന്നപ്പോൾ വല്യമ്മയെപ്പോലെ വെറുതെ മുറുക്കിത്തുപ്പി. മോശം. എവിടെ വിരുന്നുകാർ? ഓപ്പോളെ കണ്ടു ചോദിക്കാൻ വീട്ടിനകത്തേക്ക് ഓടി. ഓപ്പോൾ തൊടിയിലായിരുന്നു. വലിയമ്മ കാവുത്തിൻ്റെ തൊലി കളയുകയാണ്. എവിടെ വലിയമ്മേ വിരുന്നാര്? എന്ത് വിരുന്നാരടാ? ഇവിടെ ആരാ വിരുന്ന് വരണേ? കാലനോ? പേര് ചക്കൻ പറഞ്ഞില്ല. കാലനെങ്കിൽ കാലൻ. എവിടെ? അതാണ് അവൻ അറിയേണ്ടത്. ചെക്ക, നൊനാമ്പീമ്പി തരം കൊണ്ട് വന്നാണ്ടല്ലോ, കൊല്ലി അടിച്ച് ഞാൻ തിരിക്കും. ഓ, അവന് കേൾക്കണ്ട. ഒരു വിരുന്നുകാരൻ വന്നപ്പോഴത്തെ പത്രാസാണ് വല്യമ്മയ്ക്ക്. അവൻ പിന്നെ അന്വേഷിച്ചില്ല. രാത്രിയിൽ ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ കോസറിയിൽ തൊട്ടടുത്ത് ഓപ്പോളില്ല. മുറിയിൽ വിളക്കുണ്ട്. ഓപ്പോൾ പെട്ടി തുറന്നു വെച്ച് സാധനങ്ങൾ എന്തെല്ലാമോ അടുക്കി വെക്കുകയാണ്. മുറിയിൽ കൈതപ്പൂവിൻ്റെ മണമുണ്ട്. അവൻ ഉറങ്ങുമ്പോൾ സമീപത്ത് ഓപ്പോളുണ്ട്. എന്നിട്ട് എഴുന്നേറ്റത് എന്തിനാണ് പിന്നെ? രാത്രിയിൽ വിളക്കും കത്തിച്ചിരുന്ന് പെട്ടിയിൽ മുണ്ടും ബ്ലൗസുമൊക്കെ കുത്തി നിറയ്ക്കുന്നത് എന്തിനാണ്? പതുക്കെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ ചെന്ന് ഓപ്പോളുടെ കഴുത്തി പിടിച്ച് പീഡിപ്പിടുത്തണമെന്ന് തോന്നി. പക്ഷേ എഴുന്നേക്കാൻ വയ്യ. കണ്ണുകൾ പതുക്കെ അടയുകയാണ്. രാജകുമാരൻ മാണിക്യക്കല്ല് കണ്ടെത്തിയ കാട് ഓർമ്മയിൽ വന്നു. കൈതപ്പൂവിൻ്റെ നേർത്ത മണം.
അവൻ വീണ്ടും കണ്ണുകളടച്ചു. രാവിലെ അപ്പു ഉണർന്നില്ല. ഓപ്പോള് വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. കിണറ്റിൻകരയിലെ കുളിയും കഞ്ഞികുടിയും കഴിഞ്ഞപ്പോൾ ഓപ്പോള് കുപ്പായം ഇടുവിച്ചു. തല മിനുക്കി കൊടുക്കുമ്പോൾ ഓപ്പോള് പറഞ്ഞു, മോൻ സ്കൂളിൽ പോകുമ്പോൾ നല്ലോണം നോക്കണം, കന്നും പൈക്കളും വരും. അതും പലപ്പോഴും പറയാറുള്ളതാണ്. അവൻ സമ്മതിച്ചു. കുട്ടികളായിട്ട് തല്ലുകൂടരുത്. വല്യമ്മ മോനെ നല്ലോണം നോക്കും. വല്യമ്മ പറയണ പോലെ വികൃതി കാട്ടാണ്ട് നടക്കണം. വല്യമ്മ ചീത്തയാ, എനിക്ക് ഓപ്പോൾ മതി. മോനെ കിതച്ചുകൊണ്ട് അപ്പുവിനെ മാറോടടുക്കി പിടിച്ച് ഓപ്പോള് തകർന്ന സ്വരത്തിൽ വിളിച്ചു, എൻ്റെ മോനെ. ഓപ്പോള് കരയുമോ എന്നായിരുന്നു അപ്പുവിൻ്റെ ഭയം. ഇല്ല, ഇക്കുറി ഓപ്പോള് കരഞ്ഞില്ല. അതുകൊണ്ട് അവന് പരിഭ്രമം ഉണ്ടായില്ല. അപ്പോൾ അവനെന്തോ പറയാൻ തോന്നി. പിന്നെ ഓപ്പോളെ, മോനൊന്ന് അമ്മേന്ന് വിളി. അവനതിഷ്ടമായില്ല. എന്തിനാ ഓപ്പോളെ? ഒന്നിനുമല്ല, വെറുതെ. അതിന് അമ്മ എവിടെ ഓപ്പോളെ? ഓപ്പോള് അതിനുത്തരം പറഞ്ഞില്ല. ഓപ്പോളുടെ കൈകൾ പതുക്കെ അയഞ്ഞു. അവർ മുഖം തിരിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. കുറെ കഴിഞ്ഞ് ആണിയിൽ നിന്ന് സഞ്ചിയെടുത്ത് കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോൻ പോയിക്കോ. അപ്പു ഓലക്കുട ചുമലിൽ വച്ച് അതിൻ്റെ ചായം തേച്ച കാലിൽ സഞ്ചി തൂക്കിയിട്ട് മുറ്റത്തിറങ്ങി. പടി കടന്നപ്പോൾ അവനൊന്ന് വീഴാൻ പോയി. വീണില്ല. ആരെങ്കിലും കണ്ടുവോ എന്നറിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമ്മറവാതിലും പിടിച്ചു നിന്ന് ഓപ്പോള് തുറച്ചു നോക്കുകയായിരുന്നു. ഗോസായിമാരുടെ നോട്ടം ഓപ്പോൾക്ക് എങ്ങനെ കിട്ടി? അവൻ നോക്കുമ്പോൾ ഓപ്പോള് ആമയെപ്പോലെ തല വലിച്ചു കളഞ്ഞു. ഈ ഓപ്പോൾക്ക് പ്രാന്ത. പാടത്തിൻ്റെ മറുകരയിലേക്ക് എത്തിയപ്പോൾ കടലാവണക്കിൻ്റെ ഇല പൊട്ടിച്ച് പൊള്ളകൾ ഊതി വിട്ടുകൊണ്ട് കുട്ടിശങ്കരൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ സഞ്ചിയിൽ 2 നെല്ലിക്കയുണ്ടായിരുന്നു. ചെറുത് അപ്പുവിന് കൊടുത്തു. ചെറുതായാലും നല്ല മധുരമുണ്ട്. വെള്ളമില്ലാത്ത ഒരു തോടും ഇടവഴിയും ഒരു ചെറിയ കുന്നും കടന്ന് വേണം സ്കൂളിലെത്താൻ. കുന്നു കടക്കുമ്പോഴാണ് പേടി. പോത്തും പശുക്കളും ഒരുപാടുണ്ടാവും. അത് സാരമില്ല, ചിലപ്പോൾ മനമക്കാവിലെ കൂറ്റനുണ്ടാവുമത്രേ. അപ്പു ഒരിക്കലും കണ്ടിട്ടില്ല. കാണരുതേ. ഉച്ചയ്ക്ക് ശാരദ നാരായണൻ്റെ സ്ലേറ്റ് പെൻസിൽ അപ്പുവിൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. നാരായണൻ കരഞ്ഞു. മാഷോട് പറയാൻ ഭാവിച്ചപ്പോൾ കുട്ടിശങ്കരനാണ് സന്ധി പറഞ്ഞത്. കേളുമാഷിൻ്റെ അടുത്ത് കേസ് ചെന്ന അപ്പു വിഷമിച്ചു പോവും. കേസില്ലാതെ കഴിക്കാൻ നാളെ 1/4 നാരായണന് കൊടുത്താൽ മതി. അപ്പുവിന് ആശ്വാസമായി. 1/4 ഓപ്പോളോട് ചോദിച്ചാൽ കിട്ടാതിരിക്കില്ല. വൈകുന്നേരം വീട്ടിലെത്തി തിണ്ണയിലേക്ക് പുസ്തക സഞ്ചി ഒരേറ് വെച്ചു കൊടുത്തു. അവൻ ഓപ്പോളെ വിളിച്ചു. അപ്പോ. ഓപ്പോളല്ല വിളി കേട്ടത്, വലിയമ്മയാണ്. വലിയമ്മ അടുക്കളയിൽ നിന്ന് പുറത്തു വന്ന് ചോദിച്ചു, ഇന്നെന്താ അപ്പോ നേരത്തെ? ഇന്നെന്താ ഇത്ര ലോഗ്യം എന്നങ്ങോട്ട് ചോദിക്കാനാണ് തോന്നിയത്. ചോദിച്ചില്ല. അടി വീണാലോ. എടുത്തു ഓപ്പോള്. കഞ്ഞിണ്ട് വിളമ്പിയിട്ട് കുപ്പായം അഴിച്ചിട്ട് വന്നോ. അവന് കഞ്ഞിയല്ല ആവശ്യം, ഓപ്പോളാണ്. നാളേക്ക് 1/4 കിട്ടിയില്ലെങ്കിൽ മാനം പോവും. ഓപ്പോളെടുത്തു. അവൻ വടക്കേ മുറിയിൽ കടന്നു. അവിടെ ഓപ്പോളില്ല. കൈതപ്പൂവിൻ്റെ ഒരു നേർത്ത മണം ആ മുറിയിൽ തങ്ങി നിൽപ്പുണ്ട്. എടുത്തു വല്യമ്മേ ഓപ്പോള്.
ഓപ്പോൾ ഇവിടെ ഇല്ല. എവിടെ? ഓപ്പോള് ഒരിത്തില് പോരിക്ക. എവിടേക്കാ? ഓപ്പോളെ. ഓപ്പോള് പോയിട്ട് വരും. വരുമ്പോൾ അപ്പുവിന് പന്ത് കൊണ്ടുവരും കേട്ടോ. പന്ത് കൊണ്ടുവന്നോട്ടെ. എന്നാലും അവനെ കൂട്ടാതെ അവനോട് പറയാതെ പോയതെന്തിന്? അവൻ അരിശം തോന്നി. വല്ലാത്തൊരു ഓപ്പോള്. ഓപ്പോൾ ഇത് ചെയ്തില്ലേ? അപ്പു ഇനി മിണ്ടില്ല. ഈ ഓപ്പോളെ എന്താ ചെയ്യേണ്ടത്? ഓപ്പോളുടെ പെട്ടിയിൽ 3/4 കാണുമായിരിക്കും. 1 3/4 2 3/4 തന്നെ എടുക്കണം. അതിന് ചീത്ത പറയാൻ വന്നാൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ പെട്ടി എവിടെ? അവന് കരച്ചിൽ വന്നു. വലിയമ്മ വീണ്ടും വിളിച്ചു. അപ്പുവിന് കഞ്ഞി വേണ്ടേ? അവൻ മുറ്റത്തിറങ്ങി. കൂവളത്തറയിൽ ഇളകിക്കിടക്കുന്ന കല്ലെടുത്ത് ഒതുക്കത്തിൽ ഒരേറ് കൊടുത്തു. എന്നിട്ട് പടിഞ്ഞാറപ്പുറത്തേക്ക് നടന്നു. അപ്പോ മോന് വലിയമ്മ കഞ്ഞി വിളമ്പിത്തരാം. അപ്പിന് വലിയമ്മയുടെ ലോഹ്യം വേണ്ട. ഓപ്പോൾ വരട്ടെ. റബ്ബർ പന്ത് കയ്യിൽ തന്ന വലിച്ചൊരേറ് കൊടുക്കും. അതുതന്നെ. വലിയമ്മ വീണ്ടും വിളിച്ചു. അപ്പുവിനൊന്നും വേണ്ട. അവനൊന്ന് കരയാനാണ് തോന്നിയത്. ഓപ്പോളോടുള്ള അരിശം മുഴുവൻ കാണിച്ചുകൊണ്ട് ഉറക്കെ കരയാൻ. ഓപ്പോള് വരുമ്പോൾ അവന് കവറിട്ട പന്തും മിഠായിയുമാണ് കൊണ്ടുവരുന്നതെങ്കിലോ? അപ്പോൾ എന്തു ചെയ്യണം? എന്നാലും ഓപ്പോള് പറയാതെ പോയില്ലേ? വല്ലാത്തൊരു ഓപ്പോള്. ഈ ഓപ്പോൾക്ക് ഭ്രാന്ത.